ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിനെക്കുറിച്ച് മൻ കി ബാത്തിൽ പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓരോ തുള്ളി മഴയും സംരക്ഷിക്കാനുള്ള ഈ ക്യാമ്പയിനെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. मेरे प्यारे देशवासियों, मन की बात के पिछले एपिसोड में मैंने आपसे कैच द रेन अभियान की चर्चा की थी. मैंने आग्रह किया था कि बारिश की हर बूंद को सहेजने के इस अभियान को जन आंदोलन बनाएं. जहां बारिश गिरे, जब बारिश गिरे, पानी को वहीं सहेजिए. इसलिए 4 जुलाई से देश भर में एक विशेष अभियान भी चलाया जा रहा है. इसके तहत बारिश के पानी के संचयन, ग्राउंड वाटर रिचार्ज, पुराने जल स्रोतों के पुनर्जीवन और वृक्षारोपण को नई गति दी जा रही है. मुझे बहुत खुशी है कि गांव हो या शहर, पंचायतें हो या सामाजिक संस्थाएं, हर जगह लोगों ने बढ़ चढ़कर भागीदारी की है. ക്യാച്ച് ദ റെയിൻ എന്ന സന്ദേശം വളരെ ലളിതമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. എവിടെ മഴ പെയ്താലും എപ്പോൾ പെയ്താലും അവിടെ അപ്പോൾ തന്നെ വെള്ളം ശേഖരിക്കുകയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. മഴവെള്ള സംഭരണം, ഗ്രൗണ്ട് വാട്ടർ റീചാർജ്, പുരാതന ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം, വൃക്ഷത്തൈ നടീൽ എന്നിവയ്ക്ക് ക്യാമ്പയിൻ പുതിയ മാർഗം നൽകുന്നു. ആളുകൾ ആവേശത്തോടെ ഈ ക്യാമ്പയിനിൽ പങ്കെടുത്തതിൽ വളരെ സന്തോഷിക്കുന്നതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഓരോ സ്റ്റെപ്പ് വെല്ലും ഇപ്പോൾ ഭൂഗർഭജല റീചാർജിനുള്ള ഒരു മാധ്യമമായി മാറുകയാണ്. മധ്യപ്രദേശിലെ സീതി ജില്ലയിൽ ഏകദേശം 1500 കുളങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. നരസിംഗ്പൂരിൽ അമൃത് സരോവറുകൾ നവീകരിച്ചു. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ വലിയ തോതിൽ വെള്ളം സംരക്ഷിക്കാനുള്ള ശേഷി വികസിപ്പിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആന്ധ്രാപ്രദേശിലെ നന്ദ്യാലിൽ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും പഴയ കുളങ്ങൾ വീണ്ടും ഉപയോഗിക്കുന്നതിലൂടെ ഈ ക്യാമ്പയിനിൽ പങ്കുചേർന്നു. ഛത്തീസ്ഗഡിലെ കോർബ, ഒഡീഷയിലെ ഭുവനേശ്വർ, ആന്ധ്രാപ്രദേശിലെ വിജയനഗരം എന്നിവിടങ്ങളിലെല്ലാം ക്യാമ്പയിന്റെ ആവേശോജ്വലമായ ഫലം കാണാം. നമ്മുടെ അയൽപ്പക്കത്തുള്ള ഒരു കുളത്തിന്റെയോ കിണറിന്റെയോ സ്റ്റെപ്പ് വെല്ലിന്റെയോ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാമെന്നും ഓരോ തുള്ളി വെള്ളവും സംരക്ഷിക്കാമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ഇന്ന് സംരക്ഷിക്കപ്പെടുന്ന ഓരോ തുള്ളി വെള്ളവും വരും തലമുറകളുടെ ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ സ്വത്താണെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.